റളിയല്ലാഹു അൻഹു ഒരു യാത്രയിലാണ്. ആ യാത്രയിൽ അവർക്ക് ഭക്ഷണമുണ്ടാക്കാൻ ഒരു ഖാദിമുണ്ടായിരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. ജനങ്ങൾ പരസ്പരം ഖിദ്മത്ത് ചെയ്തുകൊണ്ടാണ് യാത്രകൾ ഉണ്ടാവുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും യാത്രയിലുണ്ട്. അവർക്കും ഒരു ഖാദിമുണ്ട്, ഒരു വേലക്കാരൻ. അപ്പൊ യാത്രയിൽ ക്ഷീണം ഉണ്ടാകും, നന്നായിട്ട് ഉറങ്ങിപ്പോകും അല്ലേ? യാത്രയിൽ ഇപ്പോൾ ഉംറ കഴിഞ്ഞ് വന്നാലൊക്കെ ഉണ്ട് ഒരു ക്ഷീണം. അവിടെ നിന്ന് മക്കത്തുനിന്നൊന്നും ആ ക്ഷീണം ഉണ്ടാവില്ല, എയർപോർട്ടിൽ നിന്നും ഉണ്ടാവില്ല. വീട്ടിലെത്തിയിട്ടുണ്ട് ഒരു ഉറക്കം. ആ ഉറക്കത്തിൽ ഞാനിപ്പോൾ എവിടെയെന്ന് ചോദിക്കും ഉമ്മ. നേരം വെളുത്തത് പറഞ്ഞിട്ടുണ്ടാവില്ല, രാത്രി ആയത് ചിലപ്പോൾ നിസ്കാരമൊക്കെ കളാവും. ക്ഷീണിച്ചിട്ട് തളർന്നിട്ടേ ഉണ്ടാവില്ലേ. ഉംറ നമ്മൾ പറയുന്നു, ഉംറ എന്ന് പറയുമ്പോൾ ആകെ 2 അക്ഷരമുള്ളെന്ന് തോന്നും. എന്തൊരു ത്യാഗമാണ് ഉംറ. ഒന്ന് ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ ഫുൾ ഉറക്കൊഴിക്കണം, പിന്നെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരിക്കും, പിന്നെ കുറെ ക്യൂ, കുറെ ഇമിഗ്രേഷന്, പിന്നെ കുറെ ലഗേജ്. അത് കഴിഞ്ഞിട്ട് ബസ് വരാൻ കാത്തിക്കണം. ബസ് വന്നിട്ട് പിന്നെ സീറ്റ് ഒന്ന് കിട്ടാൻ വേറൊന്ന്, കഴിഞ്ഞ് ടാഗ് കിട്ടാൻ, എന്നിട്ട് ഭക്ഷണം കിട്ടാൻ, ഹോട്ടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്രയോ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ, പ്രായമുള്ളവരൊക്കെ ഉംറക്ക് പോകുന്നില്ലേ. വലിയ ക്ഷീണമായിരിക്കും, ഭയങ്കര ക്ഷീണം. പിന്നെ അള്ളാഹു ഒരു ആഫിയത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഉംറക്ക് മനോഹരമായി ചെയ്തിട്ട് ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യമുള്ള സമയത്ത് തന്നെ ഹജ്ജും ഉംറയൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉമർ തങ്ങളും സിദ്ദീഖ് എന്നവരും യാത്രയിലാണ്. അവരുടെ കൂടെയുള്ള ഖാദിം, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഖാദിം ഉറങ്ങിപ്പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ എന്നവരും എഴുന്നേറ്റപ്പോൾ ഖാദിം ഉറങ്ങുകയാണ്. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഈ സംഭവം സ്വഹീഹ് മുസ്ലിമിലെ ഈ സംഭവം നമ്മൾ ഉദ്ധരിക്കുന്നത് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ചില വാക്കുകളുടെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മൈൻഡേ ചെയ്യാതെ വിടുന്ന ചില വാക്കുകൾ ഉണ്ടാവും. നമ്മളത് we don't care it. നമ്മൾ വിചാരിക്കും അതൊക്കെ സിമ്പിൾ, അതൊന്നും അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് വിചാരിക്കും. പക്ഷെ നോക്കൂ, ഈ സംഭവം കേൾക്കണേ. സ്വഹീഹായ ഹദീസാണിത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും എഴുന്നേറ്റപ്പോൾ ഖാദിം ഉറങ്ങിക്കിടക്കുകയാണ്, ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ 2-ൽ ഒരാൾ, അത് സിദ്ദീഖ് എന്നവരാ പറഞ്ഞത് ഉമർ എന്നവരാ പറഞ്ഞതെന്ന് അറിയില്ല, 2-ൽ ഒരാൾ പറഞ്ഞു, ഇന്ന ഹാദാ ലനഊം, നമ്മുടെ കൂടെയുള്ള ഈ വേലക്കാരൻ വല്ലാതെ ഉറങ്ങുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ, നാട്ടിൽ യാത്ര ചെയ്യാതെ ഇരിക്കുമ്പോൾ ഉറങ്ങുന്ന പോലെ യാത്രയിൽ ഉറങ്ങേ. യാത്രയിൽ കുറച്ച് ഉറക്കമൊക്കെ കുറയില്ലേ, അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? കുറച്ച് ഉറക്കമൊക്കെ കൺട്രോൾ ചെയ്യണ്ടേ. ഇയാളെന്തോ ഉറക്കായത്, അത്രേ പറഞ്ഞുള്ളേ എന്നല്ലാതെ ഉറങ്ങുമ്പോൾ വായ കണ്ടോ അതൊന്നും പറഞ്ഞിട്ടില്ല. ഇവൻ ഭയങ്കര ഉറക്കനാണല്ലോ എന്ന് പറഞ്ഞു. ഇന്ന ഹാദാ ലനഊം, നായിമൊന്നുമല്ല, ഒരു ഫഊൽ, ലനഊം, ഭയങ്കര ഉറക്കനാണല്ലോ. കൂട്ടത്തിലൊക്കെ അങ്ങനെ ഉറക്കന്മാരുണ്ടാവോ അല്ലേ? നല്ല ഉറങ്ങണ കുട്ടികളുണ്ടാ? ആ ഉണ്ട്. അപ്പൊ സുബൈക്കൊക്കെ ഉരുട്ടി വിളിക്കേണ്ടി വരും അല്ലേ എണീക്കാൻ? ചിലൊന്നും ഉറങ്ങിയാ അറിയില്ല, കട്ടിൽമെന്നൊക്കെ വീണിട്ട് കയ്യും കാലും മുറിയുന്ന ആൾക്കാരുണ്ട്. ഉറക്കത്തില് അറിയില്ല, അങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് വീഴാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന ഹാദാ ലനഊം, ചില റിവായത്തിൽ ഇന്ന ഹാദാ ലയുവാഇമു നൗമ ബൈതികും, വീട്ടിൽ കിടക്കുമ്പോൾ ഉറങ്ങുന്ന പോലെ ഉറങ്ങുന്ന ആളാണല്ലോ. ആരെ പറ്റി പറഞ്ഞു? ഉമ്മാനെ പറ്റി വാപ്പാനെ പറ്റി ഒന്നും അല്ല പറഞ്ഞത് കൂടുള്ള ഒരു ഖാദിമിനെ കുറിച്ച്, ഒരു സെർവന്റ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് ഇയാളെ പറഞ്ഞയച്ചു. അയാളെ എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽക്ക് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഷാർജ ഷെയ്ഖിനെ കേട്ടിട്ടില്ല നിങ്ങള്? ഷെയ്ഖ് സുൽത്താൻ സാഹിബ് സുമു, അദ്ദേഹം വലിയൊരു മഹാനാണ്. നമ്മൾ ഷാർജ ഷെയ്ഖിനെ ജ്യൂസാ കുടിക്കുക. ആരിട്ട പേരാണ് അവർ റബ്ബേ. ഷാർജയുടെ ഭരണാധികാരിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കൂടെ 40 കൊല്ലമായി ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, എനിക്ക് പരിചയമുള്ള ആൾ, നമ്മുടെ മലപ്പുറം ജില്ലക്കാരനാണ്. അദ്ദേഹം പറയാൻ, ഷെയ്ഖ് അവറുകളുടെ പാലസ് ഷാർജക്കാർക്ക് അറിയാം, നമ്മുടെ എയർപോർട്ടിന്റെ ബാക്കിൽ
അദ്ദേഹം രാവിലെ എഴുന്നേൽക്കും സുബഹിക്ക് മുമ്പ്. അപ്പോൾ എനിക്ക് ചെറിയൊരു കട്ടൻ ചായ, ഒരു ചൂടുള്ള എന്തെങ്കിലും വേണം. പാലസാണ്, അദ്ദേഹം ഒരു റൂളറാണ്, ഒക്കെയാണ്. അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക്, പാലസിന്റെ ഉള്ളിലൊരു പള്ളിയുണ്ട്, ആ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ കിച്ചണിൽ ഒന്ന് കയറും. അപ്പൊ നോക്കുമ്പോ ചില സമയങ്ങളിൽ ഈ ചായക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ആൾക്കാർ ഉണർന്നിട്ടുണ്ടാവില്ല, ഒരു ഉറങ്ങിയിരിക്കും. ഷെയ്ഖ് വിളിക്കൂല. അദ്ദേഹം സ്വയം കെറ്റിലൊക്കെ ഓണാക്കി ടീ ബാഗൊക്കെ ഇട്ട് മൂപ്പരനെ ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് പള്ളിയിൽ പോകും. എന്നിട്ട് നിസ്കരിക്കും, എന്നിട്ട് ആ വാങ്ങ കൊടുക്കുള്ളൂ. അങ്ങനത്തെ ഒരു ആബിദായ ഒരു മഹാനാണ് ഷാർജയുടെ ഭരണാധികാരി. വളരെ നല്ലൊരു മനുഷ്യനാണ്. ഇവർക്ക് വിളിച്ചൂടെ, ഓലെ വിസ പുതുക്കൂല എന്നെങ്കിലും പറഞ്ഞുകൂടെ, അടുത്ത വരവിലെങ്കിലും. പക്ഷെ ഇവർക്ക് വിസ പുതുക്കി കൊടുക്കും. അവരോട് ചോദിക്കുക പോലുമില്ല, നിങ്ങൾ എന്തേ എണീക്കാഞ്ഞത്, ഇന്ന് ഞാൻ ഒറ്റക്കാണല്ലോ ചായ ഉണ്ടാക്കിയത്, അങ്ങനെയൊന്നും അദ്ദേഹം പറയൂല. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹം ഒരു പണ്ഡിതനാണ്. ഒരു രേഖ എഴുതി വെക്കാതെ മുർത്തജിലായിട്ട് നല്ല ക്ലാസിക്കൽ ലാംഗ്വേജിൽ സംസാരിക്കാൻ കഴിയുന്ന പണ്ഡിതനാണ്, ഒക്കെയാണ്. അല്ലാഹുമ്മ യുകസ്സിർ അംസാല. അത്തരം ഭരണാധികാരികളെ അള്ളാഹു ഒരുപാട് ഈ ഉമ്മത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം വിളിച്ചോണ്ടെത്തൂല. സുബ്ഹാനല്ലാഹ്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹും സിദ്ദീഖ് എന്നവരും യാത്രയിലല്ലേ, എഴുന്നേൽക്കെന്ന് പറഞ്ഞു. വിളിച്ചു, എഴുന്നേറ്റു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് പറഞ്ഞേക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികത്തേക്ക് പോ. നബി തങ്ങളപ്പോ വേറെ ടെന്റിലുണ്ട്. ഇദ്ഹബ് ഇലാ റസൂലില്ലാഹി ഫഅഖ്രിഉഹു മിന്നസ്സലാം. അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറയണം, സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും നബിയെ നിങ്ങളോട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയണം, ഇന്ന അബൂബക്കറിൻ വ ഉമർ യസ്തഅദിമാനിക്. നബിയെ, രാവിലത്തെ ഭക്ഷണത്തിന് എന്തെങ്കിലും അങ്ങയുടെ കയ്യിൽ ഭക്ഷണമുണ്ടോ? റൊട്ടിയിലേക്ക് തൊട്ടുകൂട്ടാൻ വല്ല കറിയുണ്ടോ? കറി എന്ന് ഉദ്ദേശിച്ച് നമ്മളെ കറിയല്ല കേട്ടോ, അവര് ഒലീവ് ഓയിലോ അങ്ങനെ ബട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യസ്തഅദിമാനിക്. ശരിക്കും കേൾക്കണേ, ഇനിയാണ് സംഭവം. നമ്മൾ വെച്ചപ്പോ എന്തിപ്പോ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ലല്ലോ. വാട്സപ്പിലൊക്കെ ഓരോന്ന് എഴുതി വിടുമ്പോഴേ, ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഓരോരുത്തർ കയറി ഇങ്ങനെ ഭയങ്കര തിമർത്താടൂലേ, ചില ആളുകളൊക്കെ വേദനിപ്പിക്കൂലേ, ചില ആളുകളൊക്കെ ശരിക്കും ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചു പോകൂലേ. എന്നിട്ടാ ഇപ്പഴാ സമാധാനമായത് അറിയാം. നമ്മൾ സമാധാനം ഇതോടുകൂടെ കെടും. ഞാൻ ഇപ്പൊ അതാ പറയാൻ പോണത്, എന്താണ് സംഭവം, എത്ര ഗൗരവമാണ് വാക്കുകളുടെ വിഷയം എന്നത്. اذهب إلى رسول الله صلى الله عليه وسلم فاقرئه منا السلام وقل له إن أبا بكر وعمر يستأذنانك. അങ്ങയോട് കഴിക്കാൻ വല്ല ഭക്ഷണവുമുണ്ടോ നബിയെ എന്ന് ചോദിക്കുന്നു. കാരണം നബി തങ്ങളുടെ ടെന്റിലേക്ക് ആരെങ്കിലും നബി തങ്ങൾക്ക് ഹദിയ കൊണ്ടു കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ അവിടെ ഇച്ചിരി ഭക്ഷണം ലെഫ്റ്റ് ഓവർ ഉണ്ടാവും, അത് കിട്ടിയാലും മതിയല്ലോ. അപ്പൊ തങ്ങളുടെ അടുത്ത് ഭക്ഷണം ഉണ്ടോ? മുദരിസ്മാരെ ഭക്ഷണമൊക്കെ ബാക്കി കിട്ടാൻ വേണ്ടി മുത്തല്ലിമീങ്ങൾ അടിപിടിയൊക്കെ കൂടും ചിലപ്പോൾ. ഉസ്താദിന്റെ ബാക്കി കിട്ടാൻ വല്ല ഒപ്പുണ്ടോ? അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലേ? ദാറുൽഹുദയിലൊക്കെ ഉണ്ടായിരുന്നാല് ഉസ്താദ്മാർ എണീറ്റ ആ സുപ്രയ്ക്ക് ചാടലേ, എന്തെങ്കിലും ഒരു പപ്പടമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ചില ഉസ്താദ്മാരൊക്കെ പേടിച്ചിട്ട് വേഗം എണീക്കും. ഇതെല്ലാരും കൂടെ അറ്റാക്ക് ചെയ്താലേ ഇവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഉസ്താദ്മാരെ കറിയിൽ ഇച്ചിരി തേങ്ങ അരച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു മേമാലിക്കറി എന്ന കറിന്റെ പേരെന്നെ പച്ചക്കറി ആയിരുന്നു, പരിപ്പും അതിൽ വേവാത്ത കുറെ പച്ചക്കറി. അത് ഉണ്ടാക്കണ തബ്ബാഹിന്റെ പേരിലാണ് അത് അറിയപ്പെട്ടത്. അതിനു വേണ്ടി കുറെ ത്യാഗങ്ങളൊക്കെ ഉണ്ടായൊരു കാലമുണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് ഒന്നുമില്ല, ഭയങ്കര ലാവിഷായിട്ടുള്ള ഫുഡാ, ഓവർ ഫുഡാ ഇപ്പം, അല്ലേ? രാവിലെ ഫുഡ് വെച്ച് നമുക്ക് പൊറോട്ടക്ക് കറി തന്നെ ഇല്ല, പൊറോട്ട തന്നെ വേവൂല. പിന്നെ ആ പൊറോട്ടക്ക് ചായ ഒഴിച്ചിട്ട് അതിലുണ്ടെന്ന് കിളുമ്പിയിട്ടുണ്ടെന്ന് പെരുക്കത്തിലാക്കാൻ, തിന്നാൻ പറ്റുന്ന കോലത്തിൽ വേവിക്കാൻ ചായ ഒഴിച്ചിട്ട് എന്നിട്ട് അതിനെ കുടിക്കും. അതായിരുന്നു അന്നത്തെ കാലം. ഇപ്പൊക്കെ ഭയങ്കര ഉഷാറാട്ടോ. അങ്ങനെ ഓരോ ദിവസം ഓരോ കറി മെനു ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ലേ. നമ്മളെ കാലത്തൊന്നും മെനു ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. അതിപ്പോ അങ്ങനെ നമ്മൾ ഉസ്താദ്മാർ പറയും ഞങ്ങളൊക്കെ മുതര എന്നിട്ട് ജീവിച്ചിരുന്നത് ഇല്ല ഉസ്താദേ, കടലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്, ബാക്കിയാത്തിലൊക്കെ അതായിരുന്നു. അപ്പൊ അവരുടെ കാലം നമ്മളെക്കാട് കഷ്ടമാണ്. ഓരോ കാലം വരുമ്പോഴും ദുന്യാവ് ഹൈറായി കൊടുക്കുന്നുണ്ട്, മറ്റേ സൈഡും കൂടെ ഹൈറായി കിട്ടിയാൽ മതിയായിരുന്നു, അല്ലേ?
അള്ളാഹു ചില ജനറേഷന് ചില കൂടുതൽ കൊടുക്കുന്നു. ഓക്കെ, അൽഹംദുലില്ലാഹ്, ഇതിനൊന്നും കുഴപ്പമില്ല. അപ്പോ ഹബീബായ നബി തങ്ങളുടെ അടുത്ത് ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. തങ്ങളുടെ അടുത്ത് വല്ലതും ബാക്കിയുണ്ട് നബിയെ, ഞങ്ങൾക്ക് ഭക്ഷണം വേണം. അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് ചെന്ന് ഈ വേലക്കാരൻ നബി തങ്ങളോട് സിദ്ദീഖ് എന്നവരുടെയും ഉമർ എന്നവരുടെയും സലാം അറിയിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, വഅലൈക്കുമുസ്സലാം, ഖദ് ഇഖ്തദംതുമാ. സിദ്ദീഖ് എന്നവരോട് പോയി പറയണേ, ഉമർ എന്നവരോടും, നിങ്ങളിപ്പോ ഓൾറെഡി ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലോ, ഇനി നിങ്ങൾക്ക് ഭക്ഷണത്തിന് അവിടെ സ്ഥലമുണ്ടോ, ഇനി നിങ്ങൾക്ക് ഭക്ഷണം വേണോ എന്ന് ചോദിച്ചോളൂ. വേലക്കാരനോട് പറയണേ. സിദ്ദീഖ് എന്നവരോട് ഉമർ എന്നോട്, ഭക്ഷണം ഇപ്പൊ കഴിച്ചല്ലോ, ഇനി എന്ത് ഭക്ഷണം എന്ന് ചോദിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹും സിദ്ദീഖ് എന്നവരും കേട്ടിട്ട് പേടിച്ചു പോയി. പടച്ചോനെ, എന്താ തങ്ങൾ ഉദ്ദേശിച്ചത് റബ്ബേ, ഞങ്ങളൊന്നും കഴിച്ചില്ലല്ലോ. അവർ ഓടി വന്നു ഹബീബിന്റെ അരികത്തേക്ക്. രണ്ടുപേരും നന്നായി പേടിച്ചിട്ടുണ്ട്, ഭയപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേരും ഇറങ്ങി ഓടി ഹബീബിന്റെ ഹളറത്തിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലായവരെ, അർസൽനാ ഇലൈക ഖാദിമന, ഞങ്ങളുടെ വേലക്കാരനെ അങ്ങയുടെ ഹളറത്തിലേക്ക് അയച്ചുകൊണ്ട് ഞങ്ങളുടെ സലാം പറഞ്ഞറിയിച്ചിട്ട് എന്തെങ്കിലും ഭക്ഷണമുണ്ടോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടല്ലോ എന്നല്ലേ നബിയെ നിങ്ങൾ മറുപടി പറഞ്ഞത്? അതെന്താണ് നബിയെ, ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആ ഇദാമ് കഴിച്ചല്ലോ, നിങ്ങൾ ഭക്ഷണം കഴിച്ചു, നിങ്ങൾ കഴിച്ചു, നിങ്ങൾ കഴിച്ചു. നിങ്ങളുടെ മുൻപല്ലുകളുടെ ഇടയിൽ ആ മനുഷ്യന്റെ മാംസം ഞാൻ കാണുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ വിഷയം? ഇവനൊരു ഒർക്കനാണല്ലോ എന്ന് പറഞ്ഞതാ വിഷയം. അത് അള്ളാഹുവിന്റെ ഹബീബിന് വഹി വന്നു, നബിയെ അങ്ങയുടെ സ്വഹാബിമാർ ഇങ്ങനൊരു വാക്ക് പറഞ്ഞു പോയിട്ടുണ്ട്, അത് ഗീബത്താണ്. ആ മനുഷ്യനത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പൊ മഹാനായ സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും പറഞ്ഞു, ഇസ്തഗ്ഫിർ ലനാ യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണേ. ഇനി പറയാ, മുസ്ലിമീങ്ങളായ ആളുകൾ യൂട്യൂബിൽ കയറിയിട്ടും ഫേസ്ബുക്കിലും അല്ലാത്ത സോഷ്യൽ മീഡിയയിലും തൊപ്പി വെച്ചിട്ടും അല്ലാതെയും മുസ്ലിം ഐഡന്റിറ്റിയിലും മോശമായ തെറികൾ എഴുതി വിടുകയും പണ്ഡിതന്മാരെ കളിയാക്കുകയും അത്തരം മോശപ്പെട്ട ഇമോജികൾ വെച്ച് സർക്കാസ്റ്റിക്കലി കളിയാക്കി പരിഹസിച്ച് തിമർത്താടുന്ന നമ്മുടെ ഫേസ്ബുക്ക് ഉലമാക്കളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുക? നിങ്ങൾ ഈ ചെയ്യുന്നത് ചെറുതാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു മനുഷ്യനെ തിരുത്തണമെങ്കിൽ നേരിട്ടല്ലേ പറയാ? ഫേസ്ബുക്കിലെ പറയാ? നേരിട്ട് പറയാൻ കഴിയില്ലേ? ഒരാൾ നമ്പർ കിട്ടാൻ വല്ല പണിയുണ്ടോ? എന്നിട്ട് കളിയാക്കി ചിരിക്കാം. ആ പരിഹാസം നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ ഉസ്താദുമാരെ, നിങ്ങളുടെ പണ്ഡിതന്മാരെ, മുഅ്മിനീങ്ങളായ സാധാരണക്കാരെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ ഈ പാപഭാരം നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ടതും ഇതേ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ട് ഈ ലോകമഹാജനങ്ങളെ മുഴുവനും അറിയിച്ച് പൊരുത്തപ്പിടിച്ചെങ്കിലേ അള്ളാഹു ഇത് പൊരുത്തപ്പെടുള്ളൂ. നിങ്ങൾ ചെയ്തത് ഒരാളോടല്ലല്ലോ പറഞ്ഞത്, ഇത് പോസ്റ്റ് ചെയ്യല്ലേ, എന്നിട്ട് ഫേസ്ബുക്ക് ലൈവ്, എന്നിട്ട് ഇങ്ങനെ കളിയാക്കിയുള്ള വാക്കുകൾ, ഇതൊന്നും ചെറുതല്ലോ. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഭയങ്കര രസമാണെന്നല്ലേ? നല്ല ലൈക്കും കുറെ ഷെയറും ഒക്കെ പോയ ഞങ്ങൾക്ക് വയറ് നിറയും അല്ലേ? ഇന്ന ഹാദാ ലനഊം, ഇവനൊരു ഉറക്കനാണല്ലോ എന്ന് സ്വന്തം വേലക്കാരനെ പറ്റി അവർ ഉറങ്ങിയപ്പോ അത് യാത്രയിൽ ഉമർ എന്നവരും സിദ്ദീഖ് എന്നവരും പറഞ്ഞു പോയതിനെയാണ്, ആ മനുഷ്യന്റെ മാംസം നിങ്ങളുടെ പല്ലുകൾക്കിടയിലുണ്ട്, ഇനി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണോ, ഭക്ഷണം ഇനി വേണോ? നിങ്ങളുടെ പല്ലിനിടയിൽ ഞാൻ അതിന്റെ മാംസം കാണുന്നുണ്ടല്ലോ, ഈ പാവം മനുഷ്യനെ നിങ്ങൾ തിന്നില്ലേ? അവർ അത്ഭുതപ്പെട്ടു പോയി. ഇസ്തഗ്ഫിർ ലനാ യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണേ, അല്ലാഹുവിനോട് ചോദിക്കണേ ഞങ്ങൾക്ക് മാപ്പ് തരാൻ.
അല്ലാഹുവിനോട് ചോദിക്കണേ. ബൽ ഇയ്യാഹു ഫൽയഗ്ഫിർ ലകുമാ. ശരിക്ക് കേട്ടോളി. ഈ ഫേസ്ബുക്കിലൊക്കെ തെറി എഴുതി വിടുന്ന ആൾക്കാർ ശരിക്ക് കേട്ടോളി. കമന്റുകൾ യൂട്യൂബിലാവട്ടെ എല്ലാത്തിടത്താവട്ടെ, നമ്മളിത് അള്ളാഹിനെ പേടിച്ചിട്ടാ ചെയ്യാത്തത്.